ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഞാനിന്ന് എവിടെ പോകാൻ പോകുന്നത് വെച്ചാൽ വളരെ പ്രത്യേകതയും അർപ്പണ മനോഭാവവും വ്യത്യസ്തതയുമുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാനും അവർ സമർപ്പിച്ച ഒരു വലിയൊരു കാര്യം കാണാനും വേണ്ടിയിട്ടാണ്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് ഏച്ചൂർക്കോട്ടം മഹാശിവക്ഷേത്രം. അപ്പോൾ ആ ശിവക്ഷേത്രത്തിലെ മാതൃസമിതി സമർപ്പിച്ച ഒരു ആറാട്ട് തറയുണ്ട്. അവിടെ ആറാട്ട് തറ മുന്നേ ഉണ്ടായിരുന്നു. അത് കാലപ്പഴക്കം ചെന്ന് ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അത് പുതുക്കിപ്പണിഞ്ഞ് അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണികളൊക്കെ ചെയ്ത് നമ്മളെ സുധീരേട്ടനാണ്, കണ്ണാടിപ്പറമ്പുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, അവരെ പോയി കണ്ട്. നമ്മളെ എവിടെയും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. എവിടെയും കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ മാതൃസമിതി സമർപ്പിച്ച ആറാട്ട് തറ ഏകദേശം 7 ലക്ഷത്തിന് മേലെ ചിലവായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കറക്റ്റ് അറിയില്ല എനിക്ക് എൻ്റെ പൈസ. അപ്പോൾ നമുക്ക് നേരെ പോയി കണ്ട് അവരോട് സംസാരിച്ച് ആറാട്ട് തറയൊക്കെ കണ്ടിട്ട് വരാം. നമസ്കാരം. നമസ്കാരം. എന്താ പേരങ്ങയുടെ? എൻ്റെ പേര് പത്മനാഭൻ. ഈ ഏച്ചൂർക്കോട്ടത്തെ ആരായിട്ടാണ്? ഞാൻ ട്രസ്റ്റിയായിരുന്നു. ഇപ്പോൾ എനിക്ക് നേരിട്ട് ഒന്നും കഴിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ അനുജനെ ഏൽപ്പിക്കുമായിട്ട്. ഈ ആറാട്ട് തറേൻ്റെ പുരാണത്തിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പുരാണത്തിനെ പറ്റി നമ്മൾ തറവാട്ടിൽ ഉണ്ടായതാണ്. പക്ഷേ ആധികാരികമായ ഒരു രേഖകളും ഇന്നും സൂക്ഷിച്ചിട്ടില്ല ആരും. ക്ഷേത്രത്തിൻ്റെതും ഇല്ല, ഇതൊന്നുമില്ല. അതാൾ കാരണന്മാർ നടത്തി അവർ എന്തെല്ലാം ചെയ്ത് എന്നിട്ട് ചെയ്തിട്ടങ്ങ് പോയി. മറ്റൊരാൾക്ക് അവരാരും ഇതുവരെ ഉപകരിക്കത്തക്ക നിലയിൽ പറഞ്ഞു കൊടുത്തിട്ടുമില്ല.
ഇങ്ങനെ മറ്റൊരാരെങ്കിലും പറയുന്നത് കേട്ടിട്ടേ എനിക്കും അറിയുള്ളൂ. അവർ എൻ്റെ കുടുംബക്കാർ ആരും പറഞ്ഞു തന്നിട്ട് എനിക്കറിയില്ല. ഒരു നാരായണൻ നമ്പ്യാരുടെ മുണ്ടേരി മഠത്തിലെ കാരണവരാണ്. ഇപ്പോൾ ഇല്ല, കുറേ കൊല്ലമായി, 10-25 കൊല്ലമായി മരിച്ചു പോയി. ഓരാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്പലത്തിൻ്റെ ഈ ഓർക്കറിയുന്ന ഈ ആറാട്ടുതറ എന്നുകൊണ്ട് എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ദേവം പുറത്തേക്ക് എഴുന്നള്ളിച്ച് ജനങ്ങൾക്ക് ആശീർവാദം കൊടുക്കലാണ്. പുറത്തേക്ക് എഴുന്നള്ളിച്ച്, ഇവിടുത്തെ നാട്ടിലെഴുന്നള്ളിത്തില്ല. അതുകൊണ്ട് ഇവിടെ മാത്രമേ വരുള്ളൂ. വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയണ്ട? ഇപ്പോൾ ഈ പുതുതായി നിർമ്മിച്ച ഐതിഹ്യം ഇത് ഏത് കാലത്തായിട്ട് സ്ഥാപിച്ചതെന്ന് പറയാനില്ല. എന്തായാലും ഒരു 1500 കൊല്ലങ്ങൾക്ക് ഉള്ളിലായിട്ടായിരിക്കും, അപ്പുറം പോവില്ല. ക്ഷേത്രത്തിന് ഏകദേശം കാലപ്പഴക്കം പറയുന്ന 1500 കൊല്ലമാണ്. അതിൻ്റെ അപ്പുറം എന്തായാലും ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ ഇപ്പുറത്തേക്കെ പറ്റി തന്നെയാണ് അതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഈ പുതുതായിട്ട് ആറാട്ടുതറ നിർമ്മിച്ചല്ലോ, ഇതിപ്പോൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ എന്താണെന്ന് തോന്നുന്നു, അതിന് മനസ്സിൽ തോന്നുന്ന കാര്യം? എത്രയോ കൊല്ലത്തെ ഒരു അത്ഭുതം തന്നെയാണ് പറയേണ്ടത്. എത്രയോ കാലത്ത് നടന്ന ഒരു അത്ഭുതം തന്നെയാണ് പറയേണ്ടത്. ഇതിൻ്റെ ശില്പികൾക്കും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയവർക്കും എൻ്റെ വ്യതിയായ അഭിനന്ദനങ്ങളുണ്ട്. അവർ ഈ നാൾ വാഴട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷം അങ്ങോട്ട് സംസാരിക്കാൻ സാധിച്ചില്ല. ഓ, നമസ്കാരം. നമസ്കാരം. എന്താ അങ്ങയുടെ പേര്? എൻ്റെ പേര് ആനന്ദകൃഷ്ണൻ. ഈ ഏച്ചൂർക്കോട്ടത്തെ അമ്പലത്തിൻ്റെ ഞാൻ ഏച്ചൂർക്കോട്ടത്തെ ഭാരവാഹിയായി കുറേ കാലമായിട്ട് ഭാരവാഹിയായി തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. ഉത്സവം ഇപ്പോൾ ബുധനാഴ്ച മുതൽ 12-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ് ഈ ആറാട്ടുതറ. ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ഏതാണ്ട് 1400 കൊല്ലത്തോളം പഴക്കം ക്ഷേത്രത്തിനുണ്ട്. അത്ര തന്നെ പഴക്കം ഈ ആറാട്ടുതറക്ക് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നേരത്തെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആധികാരികമായിട്ട് ഇത് എപ്പോഴാണ് നിർമ്മിച്ചതെന്ന് ആർക്കും അറിയില്ല. ഊട്ടുത്സവത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇത് ജീർണിച്ച അവസ്ഥയിലായിട്ട് കുറേ വർഷങ്ങളായി. കഴിഞ്ഞ ഉത്സവ സമയത്ത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. അപ്പോൾ അതിനേറെ പ്രയാസം അനുഭവപ്പെട്ടു. അത് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്ഷേത്രത്തിലെ മാതൃസമിതി ഇതിനെ ജീർണോദ്ധാരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. വളരെ അഭിനന്ദനാർഹമായ, എല്ലാവരും അംഗീകരിച്ച ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. അതുമാത്രമല്ല, ഈ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാനും സാധിച്ചു. അതിന് മുൻകൈയെടുത്തത് ശ്രീ ജി മുരളീധരൻ തുടങ്ങിയുള്ളവരാണ്. അതായത് മാതൃസമിതിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. കുറേ ശില്പികളുണ്ട്, അവരൊക്കെ ഇവിടെ കൂടെ നിൽപ്പുണ്ട്. ഇവിടെ ഏച്ചൂർ ഊട്ടുത്സവത്തിൻ്റെ മഹോത്സവത്തിൻ്റെ അവസാനം കുറിക്കുന്നത് കുംഭം 7-ാം തീയതിയാണ്. എഴുന്നള്ളത്ത് കഴിഞ്ഞ് ഇവിടേക്ക് ആറാട്ടുതറയിൽ വന്നിട്ടാണ് ഉത്സവം സമാപിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് മുകളിൽ കയറി പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ കോമരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. കോമരം ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ, നമ്മുടെ വൈത്തൂർക്കാരിയാരുടെ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. അതായത് പയ്യാവൂരിലും വൈത്തൂരിലൊക്കെയുള്ള അതേ സങ്കല്പത്തിലുള്ള ഭഗവാനാണ് ഏച്ചൂർക്കോട്ടത്ത്. അതേ ആചാരാനുഷ്ഠാനങ്ങളാണ് ഏച്ചൂർക്കോട്ടത്തും പിന്തുടരുന്നത്. അതേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ആചാരം പറയാമെന്ന് പറയുന്നില്ല, അതുപോലെയുള്ള കാര്യങ്ങളാണ് കോമരം, അതായത് ഏച്ചൂരപ്പൻ്റെ ചരിത്രം മുഴുവൻ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ സമാപന സമയത്ത് കോമരം ഇവിടെ നിന്ന് ഉരുവിടും. അങ്ങനെയാണ് ഉത്സവം സമാപിക്കുന്നത്. 12 മുതൽ 19 വരെയാണ് ഊട്ട് മഹോത്സവം. അതിനുശേഷം 20-ാം തീയതി യേശൂരപ്പൻ്റെ മകളായിട്ട്
പഴശ്ശി ഭഗവതിയുണ്ട്. അപ്പോൾ പഴശ്ശി ഭഗവതിയെ ഉത്സവ സമയത്ത് ബന്ധനത്തിലാക്കുക എന്നൊരു സങ്കല്പമുണ്ട്, ഐതിഹ്യമാണത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്സവം സമാപിച്ചതിന് ശേഷം പിറ്റേ ദിവസം യേച്ചൂരപ്പനോട് അനുജ്ഞ വാങ്ങിയിട്ട് ഭഗവതി കെട്ടിയാടുന്ന ഉത്സവമാണ് അവസാനം നടക്കുക. അത് ഇപ്പം ഈ വർഷം 20-ാം തീയതിയാണ്. അത് പഴശ്ശി ഭഗവതി എന്ന് പറയാൻ കാരണം ഈ കൈലാസത്തിൽ നിന്ന്, ശിവൻ്റെ ഹോമകുണ്ഡത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന ഒരു തീക്കനലായിട്ടാണ് ഭഗവതിയെ സങ്കല്പിക്കുന്നത്. അത് വീണത് ഈ പയ്യാവൂരിൻ്റെ അടുത്തുള്ള പൈസക്കരിയിൽ എന്നാണ് വിശ്വാസം. ആ പൈസക്കരി ലോപിച്ചിട്ടാണ് പഴശ്ശി ആയതെന്നാണ് പറയുന്നത്. ആ പഴശ്ശി ഭഗവതി പണ്ടുകാലത്ത് നമ്മൾ ഏച്ചൂർ കോട്ടത്ത് ഏറ്റവും എന്താ പറയുക, എത്ര ഉഗ്ര ഭഗവതിയാണ്. പണ്ടുകാലത്ത് സ്ത്രീകളൊന്നും അവിടെ പ്രവേശിക്കാറില്ല. ഇപ്പോൾ പാതിരാത്രിയാണ് ഭഗവതി കെട്ടിയാടുന്നത്. ഇപ്പോൾ സ്ത്രീകളൊക്കെ പിന്നെ ദർശിക്കുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. പക്ഷേ എങ്കിലും പണ്ടുകാലത്ത് ഒരുപാട് കഥകൾ ഈ പൊതിയോട്ടെന്നാണ് പറയുക ഭഗവതിയെക്കുറിച്ചുണ്ട്. നമ്മുടെ ഏച്ചൂരപ്പനേക്കാളും പിന്നെ ഉഗ്ര വിശ്വാസമായിരുന്നു അക്കാലത്ത് നമ്മുടെ ഭഗവതിയെക്കുറിച്ച്. നമ്മളെ പരിസരത്തുള്ള ഒരു അമ്പലങ്ങളിലും അല്ലെങ്കിൽ കാവുകളിലൊന്നും മാതൃസമിതിയാണ് ഇത് സമർപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങ് ഇത്ര വലിയൊരു കാര്യം ചെയ്തതായി കേട്ടില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ അറിവിലില്ല. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഈ മറ്റൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയത്, ഇവർ ചെയ്ത ഈ പ്രവൃത്തി നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും എല്ലാ ദേശങ്ങളിലും ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. 14 ദേശങ്ങളുടെ ഉത്സവമാണ് ഏച്ചൂർ കോട്ടത്ത് പിന്നെ ഈ കുംഭസംക്രമം മുതൽ നടക്കുന്നത്. എല്ലാ കാവുകളും ഈ ക്ഷേത്രത്തിൻ്റെ അതായത് അധിഷ്ഠിതമായിട്ട് വരുന്നതാണ്. ഇവിടെ വെച്ചാണ് പിന്നെ കുറുമ്പ ഭഗവതിയുടെ താലപ്പൊലി നിശ്ചയിക്കുന്നത്, അതായത് നമ്മുടെ കനകച്ചേരി കുറുമ്പ ഭഗവതി. അതുപോലെ തന്നെ പിന്നെ എല്ലാ ക്ഷേത്രങ്ങളുടെയും അധിപനാണ് പൈത്തൂർക്കാരിയായി. നിങ്ങൾ പറഞ്ഞതുപോലെ മാതൃസമിതി കാവുകളിലും ഇതിനടുത്ത് മഹാലക്ഷ്മി ക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഇതുവരെ ചെയ്തതായിട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് നെയ്യാട്ടം, അതിനെ തുടർന്ന് ഇളനീരാട്ടമാണ്. അത് പയ്യാവൂരിൽ നടത്തുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഏച്ചൂരപ്പനും അനുഷ്ഠിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് 6 നെയ്യമൃത മഠങ്ങളുണ്ട്. അതുപോലെ ഇതിൻ്റെ കീഴിലായിട്ട് 5 ഉപക്ഷേത്രങ്ങളുമുണ്ട്. ഈ 6 നെയ്യമൃത മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃതകാർ കുംഭസംക്രമം തൊട്ട് മഠത്തിൽ കയറി കുംഭം 6-ാം തീയതി വൈകുന്നേരമാണ് അവർ നെയ്യ് കുംഭങ്ങളുമായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നത്. അന്നേ ദിവസം തന്നെ 3 കാവുകളിൽ നിന്ന്, കുറുമ്പക്കാവ്, കനകശ്ശേരി കുറുമ്പക്കാവിൽ നിന്നും, മുണ്ടേരി പുതിയ ഭഗവതി കാവിൽ നിന്നും, അതുപോലെ മംഗലശ്ശേരി പുതിയ ഭഗവതി കാവിൽ നിന്നുമുള്ള ഇളനീര്, അതായത് കാഴ്ചപരമായിട്ടാണ് വരിക. അവർ ഇളനീർ കാവുകളുമായിട്ട് വന്ന് അത് നടയിൽ സമർപ്പിക്കും. അങ്ങനെ ഈ നെയ്യമൃതക്കാർ കൊണ്ടുവന്ന നെയ്യും കാവിൽ നിന്ന് ഇളനീർ വ്രതക്കാർ കൊണ്ടുവന്ന ഇളനീരും ആണ് രാത്രി, അതൊരു സമയമുണ്ട്. ഈ വർഷം 11 മണിക്കാണ് നെയ്യാട്ടത്തെ തുടർന്ന് ഇളനീരാട്ടവും നടക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ. ഇളനീരാട്ടത്തിന് ശേഷം പിന്നെ കളപാട്ട് നടക്കും. പിന്നെ തിരുവത്താഴ് പൂജ, അതുപോലെ തന്നെ നെയ്യമൃതക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അടിയിലൂണുണ്ട്, അവരുടെ വ്രതം പൂർത്തിയാകുന്നു. അങ്ങനെയുള്ള വളരെ വൈവിധ്യവും വൈചിത്ര്യവുമാർന്ന ചടങ്ങുകൾ കൊണ്ട് വളരെ പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമാണ് ഏച്ചൂർക്കോട്ടം ശിവക്ഷേത്രം. അതുപോലെ തന്നെ ഈ ആറാട്ടുതറയും മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത ക്ഷേത്ര പരിസമാപ്തി മിക്ക ക്ഷേത്രങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ കുളത്തിലൊക്കെ പോയിട്ട് ആറാട്ട് നടത്തിയിട്ടാണ്. പക്ഷേ ഇവിടെ ആറാട്ട് തറയിൽ വെച്ചിട്ടാണ് പിന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ ക്ഷേത്രോത്സവത്തിൽ ഈ ആറാട്ട് തറയുണ്ട്. നേരത്തെ ഞാൻ വിട്ടുപോയൊരു കാര്യം, ആറാട്ട് തറ നമ്മുടെ ഉത്സവ സമാപന സമയത്ത് അതിന് പറയുക പള്ളി വീട്ടിൽ എഴുന്നള്ളുത്തുന്നതാണ്. അതായത് പള്ളി വീട്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആറാട്ട് തറ വെച്ചിട്ട് ഉത്സവം തീരുക എന്ന അർത്ഥത്തിലാണത്. അങ്ങനെയാണ് അതിൻ്റെ മുമ്പേയുള്ള ഒരു ടേം, അങ്ങനെയാണ് സൂചിപ്പിക്കുക. നമ്മുടെ നോട്ടീസിൽ എങ്ങനെയാണ് വെക്കുക, പള്ളി വീട്ടിൽ എഴുന്നള്ളുത്തുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും മനോഹരമായി ഈ ആറാട്ടുതറ നിർമ്മിച്ചു ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആറാട്ടുതറ നിർമ്മിച്ച ശില്പിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? അതന്നെയാണ് നമ്മളെ വിജയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വളരെ
സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും പോരാ. അത്രയും അഭിനന്ദനം. എങ്ങനെയാണ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നത്? അത് നീയൊന്ന് പറഞ്ഞു. അത് മുരളി പറഞ്ഞു, ഒന്നാമത് ഏൽപ്പിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മാതൃസമിതിൻ്റെ ഇത് 3ാമത്തെ സംരംഭമായത്. അതായത് മുന്നേ ഇവർ നമ്മളെ അമ്പലത്തിൽ തന്നെ താഴെ 2 ഭാഗത്ത് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. അന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മളതിന് ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ താഴെ ഒരു അരയാൽ തറയുണ്ട്, അതും മാതൃസമിതിൻ്റെ ഇതിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് 3ാമത്തെ ഇതാണ്. അപ്പോൾ ഇവരെന്നോടത് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുണ്ട്, നമ്മൾ ഒരു നല്ല പണിക്കാരനുമാണ്, ഇവിടെ എന്താ പറയണ്ടേ തിരക്കൊണ്ടിരുന്നില്ല പോയിട്ടാണ്. അപ്പോൾ അങ്ങേരോടാണ് ഞാൻ ആദ്യം പ്രദീപൻ എന്ന പേര് നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പോൾ അങ്ങേരോടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്കിങ്ങനെ ഒരു പണിയുണ്ട്, എന്താ ചെയ്യേണ്ടത്. അങ്ങേരാന്ന് പറഞ്ഞത് ഒരാളുണ്ട് കണ്ണടപ്പറമ്പുകാരനാണ്, എനിക്ക് മുന്നേ വരികയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ പണിയെടുക്കുന്ന ഞാൻ അങ്ങനെയാണ് നമ്മൾ സുധീർഭായിൻ്റെ അടുത്തെത്തി. അപ്പോൾ പറയുകയും ചെയ്ത് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ അന്ന് മനസ്സിൽ കണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് പിന്നെ ഈ ആറാട്ട് തറ എന്നുള്ളതും, പിന്നെന്ന് പറഞ്ഞാൽ ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ ഒരു നടപ്പാതേൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റിൽ ചിന്തിച്ചത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ശില്പിനോട് പറയുകയും ചെയ്തത്. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു, തായാലും പറ്റി പറഞ്ഞല്ല ആറാട്ട് തറയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ഒരു വിഷമാവസ്ഥയായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ശ്രമിച്ച കാര്യം നടക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ഒരു കാര്യം. അപ്പോൾ മാതൃസമിതിയുടെ പ്രസിഡൻറ്റിനടക്കം ബാക്കിയുള്ള കൂട്ടർ അറിയിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാമെന്നാണ് ശില്പി അടക്കം പറഞ്ഞത്. കാരണം ഇതാണ് വേണ്ടത്. കാരണം അത്രയും ജീർണിച്ച അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമ്മളൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം അന്നാന്ന് ഇവർ ഏൽപ്പിച്ചെങ്കിലും ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനും പ്രദീപനും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇൻചാർജ് വരാം. ഇപ്പം കല്ലായാലും ശരി എന്തെന്നായാലും ഒന്നും നമ്മൾ നോക്കേണ്ടി പോകുന്നില്ല, ടെൻഷൻ അടിക്കണമില്ല. പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഇപ്പം മാതൃസമിതിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ സാധാരണഗതിയിൽ വെച്ചാൽ ആളില്ലാണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടും ഇപ്പം സുധീരണ്ണായാലും അതുപോലെ തന്നെ പതിവായാലും എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാതൊരു കാര്യമാണല്ലേ നമ്മളെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലോ. അതായത് നമ്മൾ ഇവിടെ ജോലി ചെയ്ത ആൾക്കാരനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തുമില്ലാതൊരു കാര്യമാണ്. കാരണം ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നാണ് ഭക്ഷണങ്ങളുണ്ടായത്. ഈ പരിസരത്തുള്ള എല്ലാവരും അതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് സാധാരണ എല്ലാ അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ചില സമയം കഞ്ഞിയും പുയ്ക്കും അങ്ങനെയുള്ളൊരു അവസ്ഥയെല്ലാം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അതല്ല, നല്ല രീതിയിൽ സദ്യ എല്ലാ വീടുകളിലും അത്രയെല്ലാം ചെയ്ത്. പിന്നെ എത്ര പറഞ്ഞാലും ഈ വർക്കിൻ്റെ കാര്യത്തിൽ ഇപ്പം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നുണ്ട്, ഇത് കാണുന്ന പലരും നേരിട്ട് കാണുന്നില്ലല്ലോ. അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ ഇത് ആയോ? എങ്ങനെയാണ് വിചാരിച്ചതിനേക്കാളും മുകളിലാണ്. അതായത് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇത് ഈ ലെവലാവുന്നുള്ള കാര്യം. അതുപോലെ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഇതിനിപ്പം കാണുന്നില്ല ചിത്രപ്പണികളെടുത്ത് അത് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്, ഒരു പ്രശാന്ത് നോറ്റാണ്, കോഴിക്കോട് പുള്ളിയാണ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശില്പിയും അതുപോലെ തന്നെ പറഞ്ഞാൽ നമ്മളെ സുഹൃത്താണ് പ്രദീപൻ, അതുപോലെ തന്നെ പണിയെടുത്ത എല്ലാവരും. ഇപ്പോൾ ആദ്യം പണി തുടങ്ങിയ ഒരാളുടെ ഒരു ബിജു എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ഇവരെ മെയിൻ ആളാണ്. അവർക്ക് ഇങ്ങനെ എന്താ പറയണ്ടേ, പൊതുവെ ഇവിടെ എന്തൊരു പണി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഗൾഫിൽ നിന്നുള്ള കാര്യത്തിൽ എല്ലാവരും പോകുന്നതാണ്. അതുപോലെ ഗൾഫിലേക്ക് ചാൻസ് കിട്ടി അങ്ങനെ ഇറങ്ങി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നാറാത്തുള്ളൊരു ബാബു എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ നല്ല പണിക്കാർ മാത്രമായിട്ട് ഉണ്ടായിരുന്നു. അത് കൃത്യമായൊരു കാരണം ഇവർ ആദ്യമായിട്ടുള്ള എല്ലാ ക്ഷേത്രത്തിൻ്റെ പണിയെടുക്കുന്നത്. ഇവർ ഇഷ്ടംപോലെ ക്ഷേത്രത്തിൻ്റെ പണിയും കുളത്തിൻ്റെ പണിയും എടുക്കുക. അപ്പോൾ അതായിരുന്നു പറഞ്ഞാൽ നമുക്കൊരു ടെൻഷനും ഉണ്ടായില്ല. ഇതാണ് എൻ്റെ ഇത്. ഇനി മാതൃസമിതിയോട് കുറിച്ച് ചോദിക്കുക. കാരണം വെച്ചാൽ അവർക്കും കാര്യങ്ങൾ അവർക്കും കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. കാരണം അവർക്കാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഒരാൾക്കും. അത് മറ്റുള്ള ഒരു സ്ഥലത്തും കിട്ടാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ പണി നമ്മൾ കൊടുക്കും, പക്ഷേ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ സിമെൻ്റ് ആയാലും എന്ത് സാധനത്തിനാലും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ഇവർക്ക് ആകെ ഒരു ബുദ്ധിമുട്ടൊന്ന് വരുമോ ഒന്ന് കാണാമെന്ന് പറയില്ല. കാരണം വെച്ചാൽ ഒന്ന് വൈകുന്നേരം വന്ന് പണിയെടുത്ത് നോക്കാൻ വേണ്ടി പറയുകയല്ലാതെ വേറൊരു ബുദ്ധിമുട്ട് ഇവർക്ക് നമ്മളാക്കിയില്ല. അങ്ങനെയാണ് നമ്മൾ ഏൽപ്പിച്ച പണിക്കാരെന്നുള്ളിൽ ഏൽപ്പിച്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാൽ നല്ല വളരെ അതായത് ആർക്കും തൃപ്തി വരുന്ന രീതിയിലും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്ഷേത്രത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്, നല്ലൊരു പൂർണ്ണതയിൽ എടുക്കണം. അത് എടുക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തിയായിട്ട് തന്നെ ചെയ്യണം, പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ വർക്കല്ലേ. അപ്പം ഇനി പറഞ്ഞു പറയാം, ഇനി ശില്പിക്ക് പറയാം, പ്രസിഡന്റ് പറയാം. നമസ്കാരം. എന്താ പേര്? രാജമണി. ഈ ആറാട്ട് തറ നിർമ്മിച്ച് അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനൊരു ആശയം ആരാ മനസ്സിലാവും ആദ്യം തന്നെ ഉദിച്ചത്? ഇങ്ങനെ മാതൃസമിതിക്ക് ഇത് സമർപ്പിക്കാൻ തീരുമാനിച്ചത് ആരാണ്? തീരുമാനിച്ചത് നമ്മുടെ മാതൃസമിതിക്കാർ തന്നെ, എല്ലാവരും കൂടി തന്നെ തീരുമാനിച്ചു.
നമ്മളതിന് മുന്നിട്ടിറങ്ങി. ഏതായാലും വളരെ ഭംഗിയായിട്ട് നമ്മളെ നയിച്ചത് മുരളിയാണ്. നമ്മളെ മുന്നിൽ മുരളിയാണ് നമ്മൾ നയിച്ചത്. അത് കഴിഞ്ഞിട്ട് സുധീറാണ്. സുധീറിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു വന്നത്. നമുക്കൊരു വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ നാട്ടുകാരും കഴിയുന്ന സഹായങ്ങളും നമ്മളെ ബന്ധുക്കളായാലും സഹായങ്ങളും എല്ലാം ചെയ്തു തന്ന് നമ്മളെ അത്രയും പിന്നെ ഇതായിട്ട് നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ പ്രേമനായാലും ശരി, പത്മനായാലും ശരി, എല്ലാവരും തന്നെ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത്. പ്രദീപന സുധീറിൻ്റെ കൂടെ പ്രദീപനാണ് കൂടുതൽ എല്ലാം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഈ പരിസര പ്രദേശങ്ങളിലുള്ള നേരത്തെ പറഞ്ഞ പോലെ അമ്പലങ്ങളിലോ കാവുകളിലോ ഒന്നും ഇത്ര വലിയൊരു കാര്യം മാതൃസമിതി ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിച്ചതായിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് ചോദിച്ചത്. നമുക്ക് ഇത് ഒരുപാട് പൈസ ചിലവുള്ള കാര്യമല്ലേ ഈ ആറാട്ടുതറ. നമുക്കൊരു വിഷമം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്ങനെ ആ ഭഗവാൻ തന്നെ നമുക്കെല്ലാം സാധിപ്പിച്ചു തന്നു. ഇതുവരെയും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. പണിക്കാർക്ക് ഉണ്ടായാലും പിന്നെ പൈസ കൊണ്ടായാലും ഒന്നായാലും നമുക്ക് വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെ ഭക്ഷണങ്ങൾ നമ്മൾ എല്ലാവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണങ്ങൾ നമ്മൾ വ്രതശുദ്ധിയോടുകൂടി തന്നെയാണ് ഭക്ഷണങ്ങളെല്ലാം ഇവർക്ക് കൊടുക്കുന്നത്. രാവിലെ കുളിച്ച് ഭക്ഷണം വെച്ചിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അത്രയും നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ വിചാരിച്ച പോലെ ഈ ആറാട്ടുതറ ആയോ എന്ന്. നിങ്ങളെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല. ഇത് വിചാരിച്ചതിൻ്റെ എത്രയോ ഉപരിയായിട്ടാണ് ഇപ്പം ഇത് നടന്ന് കാണുന്നത്. അത് കൂടുതലും രണ്ടാളെ കഴിവ് തന്നെയാണ്. ഒന്ന് മുരളി പറയുന്നതാണേ നമ്മൾ ചെയ്യും. പിന്നെ സുധീറിനെ പറയാതിരിക്കാൻ പറ്റൂല. അർഹിച്ച കൈകളിലേക്ക് തന്നെ നിങ്ങളത് എത്തിച്ച് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷനോ ഒന്നുമില്ല. നമുക്ക് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. നമസ്കാരം. നിങ്ങളുടെ പേര്? ഞാൻ സുധ. ഈ ആറാട്ടുതറയെ പറ്റിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റുമോ? ആറാട്ടുതറ എന്താണ്, അതിൻ്റെ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ ഇതൊന്ന് പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിന് ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നത്. പിന്നെ നമ്മളാൽ ഒന്നും പറ്റില്ല ഇങ്ങനെ എന്തെങ്കിലും സഹായിക്കാനല്ലാതെ. അതിനാൽ മുരളീനടുത്ത് ചോദിച്ചു. മുരളി അതിന് റെഡി, ഞാൻ എന്ത് സഹകരണവും വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനാണ് ഇറങ്ങിയത്, ധൈര്യം തന്നത് നമുക്ക്. പിന്നെ കിരാതമൂർത്തീൻ്റെ രൂപത്തിൽ സുധീർ ഭായി വന്ന് നമുക്ക് എല്ലാം വളരെ ഭംഗിയായിട്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിലും എത്രയോ ഭംഗിയായിട്ട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് തന്ന് വളരെ സന്തോഷമുണ്ട്. ഇതിൽ എപ്പോഴും എനിക്കൊന്നും പറയാം. നമസ്കാരം സുധീരേട്ടാ. നമസ്കാരം. നമുക്ക് മുന്നേ പരിചയമുണ്ട്, അതുകൊണ്ടാണ് സുധീരേട്ടാന്ന് ആദ്യമേ വിളിച്ചത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഒരു പണിയെടുത്തതിനെ പറ്റിയുള്ള അനുഭവവും അതുപോലെ തന്നെ മുന്നേ ഉള്ള ആറാട്ടുതറയും കണ്ടിട്ട്? അത് നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ പൊളിച്ചത്. അതെ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ആയതിനെ പറ്റിയും ഒന്ന് ചുരുക്കി ഒന്ന് വിവരിക്കാൻ പറ്റുമോ? എൻ്റെ ഐതിഹ്യങ്ങൾ പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഒന്നാമത് ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ കണ്ണാടിപ്പറമ്പുകാരനാണ്. ഐതിഹ്യങ്ങൾ ഓൾറെഡി ഇവിടെ മാഷ് എല്ലാ കാര്യങ്ങളും, മാഷൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാഷ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആറാട്ടുതറ വളരെ ശോചനീയ അവസ്ഥയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഈ മാതൃസമിതി ആയാലും ഈ ഏച്ചൂർക്കോട്ടത്തെ ആൾക്കാരായാലും അവർ എടുത്തൊരു തീരുമാനം, നല്ല ഇത് ഒന്നും പുതുക്കി പണിയണം എന്നുള്ളത് നല്ല എത്രയോ വർഷം വരെ ആർക്കും പറയാൻ പറ്റുന്നില്ല, പഴക്കമില്ല. അപ്പോൾ ആ പഴക്കം ഉള്ള സമയത്ത് പോലും അന്നും ഇതിനെക്കാട്ടിയും മനോഹരമായിട്ടായിരിക്കും ഇത് ഉണ്ടായിട്ടുണ്ടാവുക. കാരണം നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടി ചെയ്തതാണ്. അന്ന് ചെയ്ത ആൾക്കാർ ഇതൊക്കെ കൈനെ കൊണ്ട് കൊത്തി ഉണ്ടാക്കി ചെയ്ത സമയത്ത് ഇതിനെക്കാട്ടിയും ഭംഗിയായിട്ടാണ് അന്ന് ഉണ്ടായിട്ടുണ്ടാവുക. കാലപ്പഴക്കത്തിൽ 1000 വർഷങ്ങളെല്ലാം ഇത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മഹാത്ഭുതമാണ്. അപ്പോൾ ആ സമയത്ത് അത് ഇതുമായിട്ട് പണിയെടുത്ത ആരും ഇന്ന് ജീവിച്ചിരിപ്പോൾ അവരെ ആരാണെന്ന് പോലും അറിയാൻ പറ്റില്ല. പക്ഷേ അവരൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുമെന്ന്. കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യം അന്നും അവർ ചെയ്തു വെച്ചിട്ടാണ്, അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യാൻ ഉണ്ടായത്. ഇത് വലിയൊരു നിയോഗമാണ്, ഇത് മഹാദേവൻ്റെ ഒരു തീരുമാനമാണ്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഈ നാട്ടിൽ ഏച്ചൂർക്കോട്ടത്ത് വേറെ ആളില്ലായിട്ടൊന്നുമല്ല, പക്ഷേ അത് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഓൾറെഡി മഹാദേവൻ എടുത്തൊരു തീരുമാനമാണ്. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല, അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷം തന്നെയാണ്.
അതിനുവേണ്ടി എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തതാണ്. അതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു കമ്മിറ്റീൻ്റെയോ ഇതിൻ്റെ ആയിട്ട് ശ്രീധരാട്ടൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റി എന്ന് തന്നെ പറയാം. മാതൃസമിതി എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയാണല്ലോ. ആ കമ്മിറ്റീൻ്റെത് ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണം പ്രതിവാട്ടും മുരളിയാട്ടനും നമ്മളെ വടക്കേക്കാവിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനത് ഇതിൻ്റെ കാലപ്പഴക്കവും മറ്റേതെല്ലാം കണ്ടെടുത്ത് ഇതൊന്നും ചെയ്യാനുള്ളൊരു താല്പര്യം എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ പണിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു 6000 കഷ്ണം കല്ലോളം ഇതിന് ചിലവായിട്ടുണ്ട്. ഇവരെ ചിലവ് ഏകദേശം പിന്നെ കണക്കും കാര്യങ്ങളൊന്നും എന്നോട് ഇവർ പറഞ്ഞിട്ടൊന്നുമില്ല. ഏകദേശം എൻ്റെ ഒരു കണക്കുപ്രകാരം ഒരു 7 ലക്ഷം റുപ്യ ചിലവിൽ വരുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ സമർപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇവരോട് തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടാണ്, നിങ്ങൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയങ്ങളിൽ വന്നിട്ട് ആരും കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയണ്ട. പിന്നെ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയണ്ട. പണി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ള ലെവലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെയുള്ളൊരു അവസരമൊന്നും നമ്മൾ ഒരുക്കിയിട്ടില്ല. എന്നും ഭഗവാന്റെ മുകളിൽ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാം ഭഗവാന്റെ നിശ്ചയപ്രകാരം ഭഗവാൻ എന്നാണോ വേണ്ടുന്നത് അത് മാത്രമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റേതായ താന്ത്രിക വിധിപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. എല്ലാ ചടങ്ങുകളും കുറ്റിയടിക്കൽ, ഊർക്കക്കല്ല് വെക്കൽ, അങ്ങനെയുള്ള പിന്നെ കണക്ക് പ്രകാരം തന്നെ പുതുതായിട്ടുള്ള കണക്കല്ല, പഴയ കണക്കിൽ തൽസ്ഥിതിയാണ്. നമ്മളിപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞിനോ ഹൈറ്റ് കൂടിയിനോ വീതി കൂടിയിനോ അങ്ങനെയുള്ള സംശയം ഒന്നുമില്ല. അതൊക്കെ എന്നാണ് ഭഗവാന്റെ നിശ്ചയം എന്ന് വെച്ചാൽ തൽസ്ഥിതിയാണ്. പുതുതായിട്ട് പഴയ ഒരു കാര്യം പൊളിച്ചു മാറ്റുന്ന സമയത്ത് അതിൻ്റെ തൽസ്ഥിതിയാണ് അവിടെ തുടരേണ്ടത്. അത് പ്രകാരം തന്നെ ആശാരി വന്നു അതിൻ്റെ കണക്കാക്കി എല്ലാം കണക്ക് പ്രകാരം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെക്കാട്ടി അറിവില്ല ആൾക്കാരോട് ഉണ്ട്, കുറേ ആൾക്കാർ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഇതിൻ്റെ പിന്നെ പണി നമ്മൾ പൂർത്തീകരിച്ച കാര്യം നടക്കില്ല. നമ്മൾ പൈസക്കപ്പുറത്താണ് ആത്മസമർപ്പണത്തിൻ്റെ മൂല്യം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഭക്ഷണങ്ങൾ ഓരോ ദിവസവും ഓരോ വീടുകളിൽ ഭക്ഷണം അവർ പണിക്കാർക്കൊക്കെ എല്ലാവരും പറയും ഇങ്ങനെ നമ്മൾ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഇല്ലേ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അതന്നെയാണ് ഏറ്റവും വലിയ ഭക്ഷണം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സുഹൃതമായിട്ട് എല്ലാവരും കാണും. അത് കഴിച്ചവർ വളരെ നന്നായിന്ന് പറയുമ്പം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഞങ്ങളോട് പല ഘട്ടങ്ങളിലും പറഞ്ഞില്ലേ, ചിലയാൾക്ക് 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും, ചിലയാൾക്ക് തടി കൊണ്ടാണ് സഹായിക്കാൻ പറ്റുക. പക്ഷേ അത് ദേവൻ്റെ മുന്നിൽ രണ്ടും ഒരേ തുല്യമായിട്ടുള്ള നീതിയാണ്. ഒരു ദിവസം ഇവിടെ വന്ന് സഹായിക്കുന്നതും 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കുന്നതും ദേവൻ്റെ അടുക്ക രണ്ടും ഒരേ തുല്യ നീതിയായിട്ടാണ് മഹാദേവൻ സ്വീകരിക്കുക. അപ്പോൾ അത് പിന്നെ നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏതോ മുജ്ജമ്മ സുഹൃതായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഇതിൻ്റെ പങ്കാളികളായ എല്ലാവരും അതേ ലെവലിൽ തന്നെയാണ് അതിനെ കാണുന്നത്. മാതൃസമിതിനെ എത്ര പുകഴ്ത്തിയാലും അത് മതിവരാത്ത ഒരു കാര്യമാണ്. അവർക്ക് മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 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 എന്താ പേരങ്ങനെ? എൻ്റെ പേര് പത്മനാഭൻ. ഏച്ചർക്കോട്ടത്തെ ആരായിട്ടാണ് പ്രവർത്തിക്കുന്നത്? എന്തെങ്കിലും ഉത്സവ ആഘോഷ കമ്മിറ്റിയിൽ എല്ലാ വർഷമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ പ്രാവശ്യം വൈസ് പ്രസിഡന്റ് സ്ഥാനത്താണ് ഉള്ളത്. പിന്നെ ഇവിടെ ഏച്ചൂരപ്പൻ്റെ മണ്ണിൽ 65 വർഷമായിട്ട് താമസിക്കുന്നൊരു ആളാണ്. എൻ്റെ ചെറുപ്പം മുതൽ ഒരു 5-ാം വയസ്സിൽ നമ്മൾ ഈ ഏച്ചൂരപ്പൻ്റെ മണ്ണിലാണ് താമസം. പിന്നെ ഏച്ചൂരപ്പൻ്റെ കണ്ട് ഇവരെല്ലാവരും പറഞ്ഞ പോലെ കണ്ടറിവല്ലാതെ കേട്ടറിവും കണ്ടറിവും മാത്രമേ ഉള്ളൂ. പ്രത്യേകമായിട്ട് ചരിത്രങ്ങൾ അങ്ങനെ കൂടുതലൊന്നും പറയാൻ വ്യക്തതയില്ല. നമുക്കറിയുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ 65 വർഷമായിട്ട് നമ്മളിന്ന് കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ് മാഷും ട്രസ്റ്റിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇത്ര വരെ എത്തിച്ച എല്ലാ നാട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇനിയും മുന്നോട്ട് എല്ലാ നാട്ടുകാരും എല്ലാത്തിനും ഉപരിയായി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് ഇനിയും മുന്നോട്ട് പോകാനുള്ള അവസരം ഒരുക്കിത്തരണം എന്നേ പറയാം. വീട്ടിലൂടെ സംസാരിക്കുമ്പോൾ അപ്പത്തിൻ്റെ അച്ഛൻ ഒരിക്കലില്ല, എനിക്ക് പത്മനാഭൻ പേര് മാസ്റ്റർ അധ്യാപകനായിരുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിവരം ശേഖരിക്കുന്ന സമയത്ത്
നമ്മെ ഏറെ സഹായിച്ചത് പപ്പേട്ടനായിരുന്നു. ഞാൻ പപ്പേട്ടെന്നാണ് വിളിക്കുക, പൃഥ്വിരാജ് മാഷ. അപ്പം അദ്ദേഹം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ആറാട്ടുതറയെക്കുറിച്ച് ഞാൻ പപ്പേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ കയ്യിലൊരു രേഖയില്ല. മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പത്മനാഭ മാസ്റ്റർ എഴുതി വെച്ചിരുന്നു. ആ രേഖകൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മളിവിടെ ക്ഷേത്രോൽപ്പത്തിയെക്കുറിച്ചുണ്ടാക്കിയ കാസറ്റിലും മറ്റ് എല്ലാറ്റിലും എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടി മാത്രം അദ്ദേഹത്തെ ഈ സമയത്ത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇപ്പം വികസന പ്രവർത്തനങ്ങളായാലും ഈ ഒരുപാട് നമ്മൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും ഇവിടെ നിർലോഭമായ പിന്തുണ ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഭക്തജന സമൂഹം എല്ലാവരും ഇതിന് പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ കായികമായിട്ട് അധ്വാനിച്ചവരുണ്ട്, നമ്മളെപ്പോലുള്ളവർക്ക് അതൊന്നും കഴിയില്ല. നമ്മളെപ്പോലുള്ള സംഭാവന നൽകിയ ഒരുപാട് വ്യക്തികളുണ്ട്. അതൊക്കെ ഇവർക്കറിയാം. അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത് പണിതത്. അതുപോലെ താഴെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ഭക്തജന സമൂഹത്തിൻ്റെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിന് അനുബന്ധമായിട്ട് നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ഭക്തജന സമൂഹത്തിൻ്റെ പിന്തുണ ഒരുപാട് കിട്ടിയിട്ടില്ല. ഇനിയും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തോതിയോട്ടത്ത് നമ്മുടെ ഭഗവതിയുടെ കാര്യത്തിൽ അവിടെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അവിടെയാണ് ഇനി അടുത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വേണ്ടത്. അതിനും നമ്മുടെ ഭക്തജന സമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും നമുക്ക് കാരണഭൂതനായി നിൽക്കുന്നത് യേശൂരപ്പനാണ്. എല്ലാവർക്കും യേശൂരപ്പൻ്റെ അനുഗ്രഹാശിസ്സുകളുണ്ടാകും. ആ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് രാത്രിഭൂതരാകണമെന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4-5 മാസം ഉണ്ടല്ലേ? 4 മാസം. 4 മാസം നമ്മൾ എന്താ പറയണ്ടേ, ഒരു ദിവസം ഇല്ലാതെ ഈ പ്രവൃത്തിയിൽ ഒരു ദിവസം ഇല്ലാതെ വന്നു പോകുന്ന ആളാണ് നമ്മളെ സുരുഭായി. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ഏകദേശം പറഞ്ഞാൽ പല ഘട്ടങ്ങളിലായിട്ട് ഒരു 10-12 ദിവസം പണി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സാമ്പത്തികമായിട്ട് ഒരു കാര്യവും കൈപ്പറ്റാതെയാണ് ഇങ്ങനെ അത് ചെയ്തത്. കാരണം അത് നമ്മൾ അതിൽ വാക്കില്ല പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈസ കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത് വാങ്ങിയാൽ പിന്നെ ഞാൻ ഇങ്ങോട്ടില്ല, ഇത് വാങ്ങണോ ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് മാതൃസമിതിക്കാരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ആൾക്കാരെയും ഇങ്ങനെയുള്ളൊരു നേതൃത്വത്തിന് കിട്ടിയെന്ന് വെച്ചാൽ ഒരു മഹാഭാഗ്യം. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, മഹാദേവൻ കൊണ്ടുവന്നതായിരിക്കാം എന്നാണ് നമ്മൾ വിശ്വാസം. പറയുന്നത് തന്നെ തോണ്ടത്. അല്ല, അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാനായിട്ട് ചോദിക്കുന്നത് ശരിയില്ലല്ലോ. സുധീരേട്ടെ പല അമ്പലങ്ങളിലും നമ്മൾ സുധീരേട്ടനെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സുധീരേട്ടെ സമർപ്പണമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. സമർപ്പിച്ച സ്വന്തം ആത്മസമർപ്പണം അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. കാരണം ഒരു ദിവസം 2-3 നേരം വരികയും ചെയ്യും. വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടെന്നറിയാം. വന്നു കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ പോകില്ല. ഒരു 7 ഇരുടായി കഴിഞ്ഞാലേ പോകും ആ ഒരവസ്ഥ. അപ്പോൾ ഒപ്പനം പണിയെടുക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്, ഒപ്പനം നിൽക്കുന്ന നമുക്കും ബുദ്ധിമുട്ട്. പക്ഷേ നാന്ന് ഈ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ഇപ്പം പറഞ്ഞല്ലോ, ഓർ പറഞ്ഞല്ലോ നേരത്തെ ഒരു പൈസയുടെ കാര്യം പറഞ്ഞല്ലോ, അത്രയും ചിലവിട്ട് നമ്മൾ ഇത്രയും മനോഹരമായി ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഇവരെല്ലാം ആ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് അർഹിച്ച കൈകളിലേക്ക് തീർച്ചയായിട്ടും കറക്റ്റാണ്. കാരണം വെച്ചാൽ ഞാൻ പോയത് എൻ്റെ കൂട്ടുകാരൻ പ്രതിഭൻ്റെ അടുത്താണ്. പ്രതിഭൻ കറക്റ്റായിട്ട് പോയത് ഇവരുടെ അടുത്താണ്. അത് കറക്റ്റായി അതൊരു നിയോഗം പോലെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ നമ്മോട് പറയുന്നു, നമ്മൾ ഇവരുടെ അടുത്ത് പറയുന്നു. അതാ പറഞ്ഞത് 2 പരിപാടി നമ്മൾ പറഞ്ഞല്ലോ, താലത്ത് വീഴ്ത്തിയും. അതിപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് അത് കാര്യം ചെയ്തിട്ടുണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ചുറ്റുമതിലടക്കം ഇനിയിപ്പോൾ ബാക്കി ഇൻ്റർലോക്ക് ഇടുന്നുണ്ട്, അതുപോലെ നടപ്പാതെ കിട്ടിയിട്ടുണ്ട്. നല്ല പ്രവർത്തനം ആളെ നടക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആർക്കും പറയാണ്ട പറയാം. ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ശില്പിയുടെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ നമ്മളൊരു മഹാഭാഗ്യമായിട്ട് വരും. പക്ഷേ യേശൂരപ്പൻ തന്നെ ഇവിടെ അദ്ദേഹത്തെ എന്താ പറയുക നമ്മൾക്ക് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നതുപോലെ എനിക്ക് തോന്നുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നും ഒരു പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റിയത് ഇദ്ദേഹത്തിന് തന്നെ ഭഗവാന്റെ ഒരു അനുപ്രാവശ്യം ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒന്നും തെറ്റാതെ മുറ പോലെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് ഇവരെ ഒരുപാട് കാര്യങ്ങൾ പല ക്ഷേത്രങ്ങളിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വന്നപ്പോൾ അതിലുപരിയായിട്ട് അവിടെയൊക്കെ ചെയ്തതിന് ഉപരിയായിട്ട് ചെയ്യാൻ പറ്റി. അതാണ് അതിനൊരു കാര്യം. ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഈശ്വരൻ്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇവിടെ യേശൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ എല്ലാവരുടെ ഐശ്വര്യത്തിന് കാരണം യേശൂരപ്പനാണ്. അപ്പോൾ അത് വേണ്ടുപോലെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്ക് സമയബന്ധിതമായിട്ട് ഇത് പൂർത്തിയാക്കാം. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? പത്മാവതി. പിന്നെ എനിക്ക് അനന്ത മാഷും രാജേച്ചിയും എല്ലാവരും പറഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ല. എന്നാലും നമ്മളിത് മാതൃസമിതി കുറച്ച് കാലമായിട്ട് ഇതിനെപ്പറ്റി പല ആളോടും നമ്മൾ ആവശ്യപ്പെട്ടിന്. ഇത് നമുക്കൊരു താങ്ങായി നിന്നിട്ട് ഇത് ചെയ്യാനുള്ളൊരു ഹെൽപ്പ് തരണമെന്ന്. പക്ഷേ കുറച്ച് ആരും മുന്നോട്ട് വന്നിട്ടില്ല. അതിൻ്റെ സമയമാവാത്തത് കൊണ്ടായിരിക്കും വരാഞ്ഞതെന്ന് വിചാരിക്കുന്നു. ഇപ്പം പെട്ടെന്ന് ആവശ്യപ്പെട്ടു, അതിന് ആൾക്കാർ മുന്നോട്ട് വന്ന് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ കൂട്ടത്തിലും നമ്മളെല്ലാവരും സഹകരിച്ച് നമ്മൾ ഇത്രയും ഭംഗിയായി ഈ ആറാട്ട് തറ ഭഗവാന്റെ സന്നിധാനം ഇത്രയും ഭംഗിയായി നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നാളെ സമർപ്പണം ഉണ്ട്. അതിനോട് തന്നെ നമ്മളെ ഭാഗം നന്നായത്. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മളിടയ്ക്ക് ഉണ്ടെങ്കിൽ അത് ഭഗവാൻ പൊറുക്കണമെന്ന് വിചാരിക്കാം. ഇത്രയും എനിക്ക് പറയാൻ. എന്തായാലും സന്തോഷം. നിങ്ങളെ മാതൃസമിതി മുൻകൈ എടുത്ത് ഇറങ്ങിയോണ്ടാണല്ലോ ബാക്കി എല്ലാവരും അതിന്റെ പിന്നാലെ വന്നത്. ആദ്യം തന്നെ നിങ്ങളാണല്ലോ അതിന്റെ ഒരു കാരണക്കാർ. അതെ, അത് നമുക്ക് ദൈവം മുരളിയായിട്ടാണ് നമ്മള് മാതൃസമിതിക്കാർ അങ്ങനെ നമ്മളാലൊന്നും പറ്റൂല. പിന്നെ നമുക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ശരീരം ഒന്നും കഴിയുന്ന ചെയ്യാനേ പറ്റുള്ളൂ. അതിന് നേതൃത്വം വഹിക്കാൻ കാര്യമായിട്ട് ഒരാളില്ലെങ്കിൽ അത് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ പറ്റൂല. അതിൻ്റെ കടിഞ്ഞാൺ മുഴുവൻ പിടിച്ചത് മുരളിയാണ്. മുരളിയോടും വലിയ നന്ദി പറയുന്നു. എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചത് നിങ്ങളോട് എല്ലാവരോടും. ശരി. അപ്പോൾ സുധീരേട്ടൻ ഈ ആറാട്ടുകാര നിർമ്മിച്ച പോലെ തന്നെ നിനക്കിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാനും ഈ ആറാട്ടുകാരൻ്റെ മുന്നിൽ നിന്ന് ഇത് സമർപ്പിക്കുന്നതിന് മുന്നേ ഇങ്ങനെ കുറച്ച് സമയം സംസാരിക്കാൻ സാധിച്ചതും മഹാദേവൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. അപ്പോൾ സുധീരേട്ടൻ പറഞ്ഞ പോലെ തന്നെ മാതൃസമിതിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇത്ര വലിയൊരു കാര്യം ഞാൻ നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു, എന്നാലും പറഞ്ഞിട്ട് മതിയാകുന്നില്ല. അതുകൊണ്ട് ആരും ചെയ്തു കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു.